ചിക്കൻ മസാല കറി ഉണ്ടാക്കാം. മസാല ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി 1.5 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് സ്ലൈസായി വെച്ചിട്ടുണ്ട്. ഇത് 1.5 കിലോ ചിക്കനാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു 5 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കീറിയിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, മല്ലിയില, 1/2 കപ്പ് തൈര്, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നോർമൽ ഗരം മസാലപ്പൊടി. ഇത് നമുക്ക് സ്പെഷ്യൽ ചിക്കൻ മസാല പൊടിയാണ്. പിന്നെ സ്പൈസസ്: പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, തക്കോലം, ബേ ലീവ്സ്, 7 കഷ്ണം ജാതിപത്രി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കാം. അത് ചൂടാകട്ടെ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർക്കാം. അതൊന്ന് ഈ ഓയിലൊന്ന് നോക്കാം. എല്ലാം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 2 കറിവേപ്പില കൂടെ ചേർക്കാം. അത് എളുപ്പം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. അത് എളുപ്പം ഒന്ന് മിക്സ് ചെയ്യും. ഉള്ളി പെട്ടെന്ന് വാടാനായി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതോടൊപ്പം ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. വെച്ച് വഴറ്റിയെടുക്കാം. ഈ വാടുന്ന സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടികൾ തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നോർമൽ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ്. നമുക്ക് സ്പെഷ്യൽ ചിക്കൻ മസാലപ്പൊടി ഇടയ്ക്ക് ചേർക്കാം. ഇടയ്ക്ക് വീണ്ടും വാടിയിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. സൈഡിലോട്ടാക്കിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. അത് നമുക്ക് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി വഴറ്റിയ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. തൈരും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്.
നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടപ്പം തുറക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റോളമായി. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. കുറുകിയ ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. മസാല ചിക്കൻ കറി റെഡി. ഇതിന് കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതിന് കുറേ കുറുകും. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തുറക്കാം. മസാല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇളക്കിയ ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മസാല ചിക്കൻ കറി റെഡി.